എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോ കൊണ്ട് വരുന്നത് എനിക്ക് കിട്ടിയ പുതിയൊരു ഗാഡ്ജറ്റ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കമ്മ്യൂണിറ്റി ടാബ് ഇട്ടായിരുന്നു. ഞാനൊരു ക്യാമറ വാങ്ങിച്ചു, നിക്കോൺ a900 എന്ന ക്യാമറ വാങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് ആ ക്യാമറ. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കാണാനൊക്കെ നല്ല അഴകാണ്, നല്ല അടിപൊളിയാണ്. ഇതൊരു പൗച്ചൊക്കെ ഉണ്ട്. ബാക്കി പെട്ടിയും പാത്രമൊക്കെ ഞാൻ പൊട്ടിച്ച് കളഞ്ഞു. അതെല്ലാം താഴെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ അൺബോക്സിങ്ങിനൊന്നും ഒരു വലിയ കാര്യമില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ക്യാമറയുടെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് 35x സൂമിങ് ലഭിക്കുന്നുണ്ട്. കൂടാതെ എന്തൊക്കെയോ ഗുണങ്ങളുണ്ട്. പിന്നെ ഏറ്റവും നല്ല ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ ഈ ഒരു ഫെസിലിറ്റി ഇതിനുള്ളതെന്നാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ഒടിച്ച് മടക്കി പിടിച്ചൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാം. ഇതുണ്ടല്ലേ, ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് താഴെ നോക്കി എടുക്കാം. പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് എങ്ങനെയൊക്കെയോ ഈ സംഭവം ഉപയോഗിക്കാം. ഇതിപ്പം നമുക്ക് ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. ഇതുണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഫോണൊക്കെ കാണിക്കുന്നുണ്ട്, നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ G7X ഉപയോഗിക്കുന്ന പോലെ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിവിടെ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ നല്ലൊരു ഷെയ്ഡ് കിട്ടുന്നുണ്ട്. ഇത് കാണാനായിട്ട് സാധിക്കും. സംഭവം ഓക്കെയാണ്. എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനതങ്ങ് പിക്ക് ചെയ്തു. പിന്നെ കുറേ കാലങ്ങളത്തെ ആഗ്രഹമായിരുന്നു ഈ സംഭവം ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ വാങ്ങണം എന്നുള്ള കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് എന്തായാലും അങ്ങ് സാധിച്ചു. പിന്നെ ഇതിൻ്റെ സൂമിംഗ് എന്ന് പറയുന്നത് 35x സൂമിംഗ് ആണ്. ഏകദേശം 5-6 കിലോമീറ്റർ പോകുമെന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സൂം ടെസ്റ്റ് നിങ്ങൾ ഇട്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വേണേൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ലിങ്ക്. 1.5 സൂം ടെസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത സൂമാണ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മളിപ്പം നമ്മുടെ മൊബൈൽ സൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ക്ലിയറായിട്ട് ആ മൊബൈൽ കാണുന്നുണ്ട്. പിന്നെ ഓട്ടോ ഫോക്കസ്ഡ് ആണെന്നൊക്കെ പറയുന്നു. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ നമുക്ക് പറയാൻ പറ്റും. കാരണം പിന്നെ ഇതിനൊരു കുട്ടി ഫ്ലാഷ് ഉണ്ട്. ഈ ഫ്ലാഷിലെ ക്ലിക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും. സംഭവം പൊളിയാണ്. നമ്മൾ പോപ്പപ്പ് ക്യാമറ പോലെ തന്നെ ഇതിനെ ഒരു ഞെക്ക് കൊടുത്താൽ അത് അറിഞ്ഞ് പോയി അവിടെ മര്യാദയ്ക്ക് ഇരുന്നോളും. നമ്മളതിനധികമൊന്നും ചെയ്യണ്ട. പിന്നെ ഇതിൻ്റെ ഞാൻ കണ്ടിട്ട് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേ ആണ്. എനിക്കൊരു പേടി. ലെൻസ് യൂണിറ്റ് കണ്ടില്ലേ, സൂം ചെയ്യുമ്പോൾ ഇങ്ങനെ നീണ്ടു വരുന്നതേ കണ്ടോ. ഇതാണ് 35x സൂമിങ്ങിൻ്റെ ഫുൾ ലെങ്തിൽ ലെൻസ്. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ മിനിമൈസ് ചെയ്യാണ്. കണ്ടോ, വളരെ സ്മൂത്താണ്. സാധാരണ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സൂം ആകുന്ന ക്യാമറയൊക്കെ അത്യാവശ്യം ഒരു ലെൻസ് ഇങ്ങനെ ഉരുളും ഒരു സൗണ്ടൊക്കെ കേൾക്കും. പിന്നെ ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു രക്ഷയില്ലാതെ ക്യാപ്ചറിങ് കേട്ടോ. ഇവിടെയാണ് ഇതിൻ്റെ സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്നത്. നിങ്ങോട്ട് നോക്കി, ഇതാണ് സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്ന ഡിവൈസ്. അല്ല, മൈക്ക് എന്ന് പറയും, സോറി, ഡിവൈസ് എന്ന്. അപ്പോൾ എന്തോ ചെയ്യട്ടെ. അപ്പോൾ അത് ഇവിടെയാണ്. പിന്നെ കുറച്ച് മോഡുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിനാണ് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നല്ല രീതിക്കുള്ള റിവ്യൂ ഇടാം. എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ ഓക്കെയാണ്. അപ്പോൾ മറ്റുള്ളവർ ഇത് എടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുറകിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം സൗണ്ട് ഇതിന് കിട്ടത്തില്ല. ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സൗണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പിക്ചറും ഒക്കെ ഞാൻ കാണിക്കാം അതിനകത്ത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിക്കാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇട്ടത്. നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പോൾ എന്നെ കൊണ്ട് കുറേ കാലങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു, സഫലമായി. ദൈവത്തിന് നന്ദി, അതുപോലെ നിങ്ങളുടെ നന്ദി. അപ്പം ഇനിയിപ്പോൾ നല്ല വീഡിയോകൾ, നല്ല ട്രാവൽ വ്ളോഗുകൾ പ്രതീക്ഷിക്കാം, നല്ല വീഡിയോകൾ പ്രതീക്ഷിക്കാം. പക്ഷേ മൈക്ക് എടുത്തുകൊണ്ട് പോകുന്ന സമയത്തുള്ള വീഡിയോകൾ മുഴുവൻ ഞാൻ മൊബൈലിലായിരിക്കും ചെയ്യുക. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ വാക്ക് തരികയാണ്. അല്ലെങ്കിൽ ഞാൻ മൊബൈലിലേ ചെയ്യത്തുള്ളൂ. കാരണം എനിക്ക് മൈക്ക് കുത്തുവാനായിട്ട് ഇതിൽ ഓപ്ഷൻ ഇല്ല. അത് ഇതിൻ്റെ വലിയൊരു ഡ്രോബാക്കായിട്ട് ഞാൻ കരുതുകയാണ്. പിന്നെ ഇതെന്ന് പറയുന്ന എക്കോണമി റേറ്റാണ്. 20,000 രൂപയാണ് ഇതിൻ്റെ വില. പിന്നെ ഇങ്ങനെ സൂം ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ഇതൊറ്റ ഫിക്സഡ് ലെൻസാണ്. ഇത് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ സാധാരണഗതിയിൽ ഞാൻ ഈ വക സാധനങ്ങളൊക്കെ വളരെ റഫായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. മൊബൈലൊക്കെ തന്നെയാണെങ്കിലും എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം, വളരെ റഫായിട്ടാണ് ഞാൻ ഈ സാധനങ്ങൾ ഉപയോഗിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് പരിചയപ്പെടുത്താനാണ് വന്നത്. ഇത് വാങ്ങുവാനുള്ള ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ആവശ്യക്കാർക്ക് അത് വാങ്ങാവുന്നതാണ്. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് സൂപ്പർ. അതാണ് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. ഉപയോഗിച്ച ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും
നിങ്ങൾ ലിങ്ക് ഇട്ട് തരുന്നതായിരിക്കും, അല്ല സോറി റിവ്യൂ ഇട്ട് തരുന്നതായിരിക്കും, നല്ലൊരു റിവ്യൂ. ഞാനെടുത്ത് എങ്ങനെയുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ഒന്നും പറയാനില്ല, പൊളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, കൂടാതെ ഇമ്പോർട്ടൻറ്റ് തിങ് സബ്സ്ക്രൈബ്. ഓക്കെ, തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നപേക്ഷിക്കുന്നു. എന്നാൽ പിന്നെ ബൈ ബൈ.